എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പൈക്കോയിനെ പറ്റിയിട്ടാണ് ചർച്ച ചെയ്യുന്നത്. അതുപോലെ തന്നെ ക്രിപ്റ്റോ സംബന്ധമായിട്ടുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ പൈക്കോയിൻ ഇന്ന് രാവിലെ 8 മണിക്ക് UK സമയം ലോഞ്ച് ചെയ്തു. UTC 8 AM. കേരളത്തിൽ തന്നെ എൻ്റെ അത്രയ്ക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആരെങ്കിലും ഞാൻ എൻ്റെ വീഡിയോൻ്റെ അവസാനം ഞാൻ എൻ്റെ PNL കാണിക്കുന്നതായിരിക്കും. കുറച്ച് ലക്ഷങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ലെറ്റ്സ് ഗെറ്റ് സ്ട്രൈറ്റ് ടു ദ പോയിന്റ്. ഞാൻ ഇന്നത്തെ വീഡിയോ ഒരു 3 സെക്ഷനായിട്ടാണ് വെച്ചേക്കണത്. ഒന്ന് ഒരു മാക്രോ എക്കണോമിക്കൽ സ്കെയിലുള്ള ഒരു അനാലിസിസ്, 2 ലെസൺസ്. അതായത് നമ്മൾ ഏതൊരു ട്രേഡ് എടുക്കുകയാണെങ്കിലും നമ്മുടെ ലെസൺസ് നമ്മൾ നോക്കണം, ലാഭമായാലും നഷ്ടമായാലും. 3ാമത് എൻ്റെ സ്ട്രാറ്റജി എന്തായിരുന്നു, എങ്ങനെയാണ് ഞാനിത് എക്സിക്യൂട്ട് ചെയ്തത് എന്നുള്ളതാണ്. ഓക്കെ, ജസ്റ്റ് ഒരു ഹിസ്റ്ററി പറയാം. ഞാൻ 2019 ആ റേഞ്ചിലാണ് ഈ ചാനലിൽ നമ്മുടെ പൈക്കോയിനെ പറ്റി സംസാരിച്ചത്. ഇറ്റ് വാസ് റിയലി നൈസ്. കാരണം നമുക്ക് മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് മൈൻ ചെയ്യാം എന്നുള്ളതായിരുന്നു. പക്ഷേ മുന്നത്തെ വീഡിയോയിൽ, കഴിഞ്ഞ 2-3 ദിവസം മുന്നേ ഞാൻ റിലീസ് ചെയ്ത വീഡിയോയിൽ ഇതിൻ്റെ റിയാലിറ്റി ചെക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പൈക്കോയിനെ പറ്റിയിട്ടുള്ളത്. അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനും മേലെ ഐ ബട്ടണിലും കൊടുക്കുന്നതായിരിക്കും. അന്ന് ചെയ്തതിന് ശേഷം 2021 ഞാൻ യൂട്യൂബിൽ നിന്നൊക്കെ ചെറുതായിട്ട് എക്സിറ്റ് ചെയ്തു. 4 വർഷം ഞാൻ UK പണിയൊക്കെ ആയിരുന്നു, പണിയും കാര്യങ്ങളായിട്ട് നടക്കായിരുന്നു. അതുപോലെ തന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ പൈസേനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ I was doing my research on liquidity as well as money velocity. അത് മെയിൻ ഫോക്കസ് ചെയ്തു. ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. അതിൻ്റെ റിയാലിറ്റി അറിയണ കാരണത്താലാണ് ഇന്നത്തെ എനിക്ക് നല്ല രീതിയിൽ ട്രേഡുകൾ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സാധിച്ചത്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ പൈസ ഉണ്ടാക്കാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ത്രൂ ക്രിപ്റ്റോ ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഓക്കെ, മാക്രോ എക്കണോമിക് സ്കെയിൽ. നമ്മുടെ മലയാളികൾ ഒരുപാട് യൂട്യൂബ് ചാനൽസ് കയറി പറയുന്നുണ്ട് പൈക്കോയിൻ ആനയാണ്, ചക്കയാണ്, കുതിരയാണ്, മാങ്ങയാണെന്ന്. ഒന്നുമല്ല, ഇത് ഒരു സാധാരണ ഒരു കോയിൻ തന്നെയാണ്. ഓക്കെ, ദിസ് ഈസ് ജസ്റ്റ് അനദർ ക്രിപ്റ്റോ കോയിൻ. നമ്മുടെ കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മോർ ദൻ 11 മില്യൺ കോയിൻസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു കോയിൻ മാത്രം. പക്ഷേ നമ്മുടെ ഓഡിയൻസ് സിനിമ ഇറങ്ങണ പോലെ നല്ല ഹൈപ്പായിരുന്നു. പടറിഞ്ഞപ്പോൾ പാപ്പരായി. പക്ഷെ അത് മുൻനിർത്തിക്കൊണ്ട് നമ്മൾ ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കതിൽ നല്ലൊരു പ്രോഫിറ്റ് എടുക്കാനായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഇന്ന് എനിക്കുണ്ടായത്. കാരണം കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാൻ പുറകിൽ എൻ്റെ ഹോംവർക്ക് കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. അങ്ങനെ പഠിച്ച കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ മാക്രോ എക്കണോമിക് സ്കെയിലോട്ട് നമുക്ക് കടക്കുകയാണെങ്കിൽ 2 തരത്തിലുള്ള ആൾക്കാരാണ് മാക്രോ സ്കെയിലിൽ ഉണ്ടായിരുന്നത്. ഒന്ന് ഹോൾഡേഴ്സ്, 2 നോൺ ഹോൾഡേഴ്സ്. ഹോൾഡേഴ്സിന് സെല് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആയിരുന്നു അവൈലബിൾ. അതുപോലെ തന്നെ നോൺ ഹോൾഡേഴ്സിന് ഫ്യൂച്ചേഴ്സിൽ സെല് ചെയ്യാൻ ഓപ്ഷൻസ്. അങ്ങനെ 2 സെൽ ഓപ്ഷനാണ് കണ്ടത്. അപ്പോൾ ഏകദേശം നമുക്ക് പിടികിട്ടി പ്രൈസ് എന്തുണ്ടായാലും താഴത്തോട്ട് തന്നെ പോകാനുള്ള സാധ്യത ഉണ്ടത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഏതൊരു ക്രിപ്റ്റോ കറൻസി ആയിക്കോട്ടെ, അതിന് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നുള്ള വീഴ്ച ഉണ്ടെങ്കിൽ അതെന്തായാലും കൊടിമരം താഴത്തേക്ക് വീടും. പിന്നെ 99.9% ഓഫ് ക്രിപ്റ്റോ കറൻസി ആർ ഗോയിങ് ടു ഫ്രിക്കിംഗ് 0 ഓർ നിയർ ടു 0 വാല്യൂ. ഓൾറൈറ്റ്, ആരായിട്ടും ഡിമേറ്റിന് പോവാം. പക്ഷേ 99.9% ക്രിപ്റ്റോ കറൻസികളും വട്ടപൂജയിലോട്ട് പോകാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. കാരണം അവർക്ക് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ അറിയില്ല. പിന്നെ XRP ആയിട്ടും സൊലാനായിട്ടും സൂയി ആയിട്ടും ഇത്തീറിയമായിട്ടും പൈക്കോയിനെ കമ്പയർ ചെയ്യരുത്. കാരണം അവരുടെ ക്യാപിറ്റൽ മാർക്കറ്റ് ക്യാപ്പ് എന്നൊക്കെ പറയുന്നത് ബില്യൺസ് ആൻഡ് ബില്യൺസ് ആണ്. പൈക്കോയിൻ തുടങ്ങിയിട്ടുള്ളൂ. ലെറ്റ്സ് ഹോപ്പ് ദർ ഇസ് എ ഗുഡ് ഡേ കമ്മിങ് ഫോർ പൈക്കോയിൻ. പക്ഷെ ഇപ്പോൾ അതില്ല. ഓക്കെ, ആൻഡ് മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു അതിനാണ് കാര്യം. പിന്നെ ഞാൻ വീണ്ടും പറയുന്നു, ഒഡിയോനെ പോലെ ഒരു സെറ്റപ്പ് ആയിരുന്നു നമ്മുടെ പൈക്കോയിന് ഉണ്ടായിരുന്നത്. ലാസ്റ്റ് 2 വീക്സ് ട്രെൻഡിങ് ആയിരുന്നു ട്വിറ്ററിൽ. അതുപോലെ തന്നെ നല്ലൊരു പബ്ലിസിറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പം തന്നെ അറിയായിരുന്നു നല്ലൊരു സെൽ ഓഫ് ഉണ്ടായിരുന്നു.
ഇതാണ് മാക്രോ സ്കെയിൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന ഒരു സിറ്റുവേഷൻ ഇന്നലെ വരെ, ലിസ്റ്റ് ചെയ്യാൻ തൊട്ട് ഒരു ദിവസം മുന്നേ. ഓക്കെ, ഇനി നമുക്ക് ലെസൺസിലോട്ട് കിടക്കാം. ലെസൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് $1 ഉണ്ടാക്കിയാലും $2 ഉണ്ടാക്കിയാലും $5 ഉണ്ടാക്കിയാലും പ്രോഫിറ്റ് ഈസ് പ്രോഫിറ്റ്. ഓക്കെ, ഇറ്റ് ഡസൻറ്റ് മാറ്റർ ഹൗ ബിഗ് ഇറ്റ് ഈസ്, പക്ഷെ പ്രോഫിറ്റ് ഈസ് പ്രോഫിറ്റ്. അത് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ കൺഗ്രാറ്റുലേഷൻ, യു ഹാവ് ഡൺ എ റിയലി ഗുഡ് ജോബ്, ഹാൻഡ്സ് ഓഫ് ടു യു. ഇതിൽ നിന്ന് മനസ്സിലാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിപ്റ്റോ ഇസ് വാലിഡ്. നിങ്ങൾക്ക് അതിൽ നിന്ന് പൈസ ഉണ്ടാക്കാം, പക്ഷേ അതിന് സമയമെടുക്കും. ഇപ്പൊ പൈക്കോയിന് ഏകദേശം 6 വർഷം എടുത്തെങ്കിൽ ഹാംസ്റ്റർ കോമ്പാറ്റിൽ നമുക്ക് ഏകദേശം കപ്പിൾ ഓഫ് മന്ത്സ് ആണ് ഉണ്ടായത്. പക്ഷേ നമ്മൾ സമയമാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അല്ലാതെ വേറെ ഒന്നല്ല. അപ്പൊ സമയം ഇൻവെസ്റ്റ് ചെയ്ത കാരണത്താൽ റേറ്റ് ഓഫ് റിട്ടേൺ നമുക്ക് റിസ്ക് കുറവായ കാരണം റിവാർഡും കുറവായിരിക്കും. അപ്പോൾ ആ ഒരു നോക്കി കഴിഞ്ഞാൽ റിസ്ക് കുറവാണ്, അതുപോലെ തന്നെ റിവാർഡും കുറവാണ്, പക്ഷെ റിവാർഡും ഉണ്ട്. അല്ലാതെ നീരാവിയായിട്ട് പോകുന്നില്ല. നിങ്ങൾ പ്രോഫിറ്റ് എടുക്കുന്നുണ്ടോ, ദാറ്റ്സ് ഗുഡ് ഫോർ യു. അപ്പോൾ നിങ്ങൾ KYC കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര പെട്ടെന്ന് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾ ഇത്രയും നാളും കഷ്ടപ്പെട്ടത് ഒരു KYC ചെയ്യാത്തതിൻ്റെ കാരണത്താൽ മൊത്തം പോകണക്കാളും ഭേദമല്ലേ നിങ്ങൾ ആ KYC കംപ്ലീറ്റ് ചെയ്യണത്. അപ്പം അത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എന്നാലും ഞാൻ എല്ലാവരും ഫോഴ്സ് ചെയ്യില്ല, പക്ഷേ ഇറ്റ്സ് അപ് ടു യു വെദർ യു വാണ്ട് ടു ഡു യുവർ KYC ഓർ നോട്ട്. ബട്ട് മേക്ക് ഷുവർ യു ഡു ഇറ്റ് ഇഫ് യു വാണ്ട് ടു മേക്ക് സം മണി. പൈസ ഉണ്ടാക്കണമെങ്കിൽ KYC ചെയ്തിട്ട് പൈസ വിഡ്രോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, ഇൻവെസ്റ്റിംഗ്. ഓക്കെ, എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുണ്ട്, അതായത് ചേട്ടാ പെട്ടെന്ന് പൈസ ഉണ്ടാക്കുന്ന വഴി അറിയോ, പെട്ടെന്ന് പൈസ ഉണ്ടാക്കുന്ന വഴി അറിയുന്നത്. അങ്ങനെയാണെങ്കിൽ നാട്ടുകാരെ പറ്റിച്ച് ജീവിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതാണ് ഏറ്റവും പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന രീതി. ഇൻവെസ്റ്റിങ്ങും ക്രിപ്റ്റോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കുന്ന രീതിയുണ്ട്, അതുപോലെ പെട്ടെന്ന് ഉള്ള മുതലടക്കം പോകാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. ഹൈ റിസ്ക് ഹൈ റിവാർഡ്, ലോ റിസ്ക് ലോ റിവാർഡ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ലോ റിസ്ക് ലോ റിവാർഡ് ആണ്, ഉള്ളത് മൊത്തം പോകാൻ പാടില്ല, ക്യാപിറ്റൽ സൂക്ഷിക്കണം എന്നൊക്കെയുള്ള ആഗ്രഹമുള്ളവരാണെങ്കിൽ സമയം എടുത്തിട്ടാണ് അത് ഇൻവെസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ സമയം എടുത്തിട്ടാണ് നമുക്ക് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുള്ളൂ, അല്ലാതെ ഇത് ലോട്ടറിയുടെ പരിപാടി അല്ല. ഓക്കെ, എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസുകൾ ഉണ്ട് ഇത് ഈ ഒരു വാലിഡ് ആക്കാനുള്ള ഒരു പോയിന്റ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് it will take time to become profitable in crypto. ഓക്കെ, രണ്ടാമത്തെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്ട്രാറ്റജിയിൽ ഞാൻ പറയുന്നതായിരിക്കും ഫർദർ എക്സ്പ്ലനേഷൻ. മൾട്ടിപ്പിൾ എക്സ്ചേഞ്ചിൽ നിങ്ങളുടെ KYCകൾ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത്. കാരണം ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്നു ആദ്യം, കാരണം അവർ ലിസ്റ്റ് ചെയ്ത എക്സ്ചേഞ്ചുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കൺട്രി റെസ്ട്രിക്ഷൻസ്, KYC ഫെയിലിയർ ആവുന്നു, KYC വെരിഫൈഡ് ആവണില്ല, ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് കാരണത്താൽ മൾട്ടിപ്പിൾ എക്സ്ചേഞ്ചുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഉപയോഗിക്കാനായിട്ട്. എനിക്ക് അത് കാരണത്താൽ പെട്ടെന്ന് എനിക്ക് കോയിൻസുകൾ സെല് ചെയ്യാൻ പറ്റി. ഞാൻ ഉപയോഗിച്ച എക്സ്ചേഞ്ച് ഇറക്കി ഇപ്പോഴും കോയിൻ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടില്ല, പക്ഷേ ദേ ഗോട്ട് ലിസ്റ്റഡ്. പെട്ടെന്ന് ആക്ഷൻ എടുക്കാനായിട്ട് സാധിച്ചു, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എനിക്ക് റിസൾട്ട് ഉണ്ടാക്കാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ ബെറ്റർ ആയിട്ടുള്ള നെറ്റ്വർക്ക്, അതായത് ട്വിറ്റർ ഹാൻഡിൽസിൽ നല്ല ആൾക്കാരെ ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ക്രിപ്റ്റോ ബേസിൽ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കുന്ന ആഗ്രഹമാണെങ്കിൽ ഇറ്റ്സ് ട്വിറ്റർ ഗൈസ്. ട്വിറ്ററിൽ നിങ്ങൾ എത്രത്തോളം ആക്റ്റീവ് ആവുന്നോ അത്രത്തോളം നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ട്വിറ്റർ ഹാൻഡിൽ എനിക്ക് അപ്ഡേറ്റ് ആയ കാരണം ഒരു ടാബിൽ ട്വിറ്റർ പേജ് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യുന്നു, ഇപ്പുറത്തെ ടാബിൽ പൈക്കോന്റെ പ്രൈസ് ഇങ്ങനെ വരുന്നു. അങ്ങനെയായിരുന്നു ഞാൻ ട്രേഡ് ചെയ്യുന്നുണ്ടായിരുന്നത്. പെട്ടെന്ന് എനിക്ക് വന്നു, ഞാൻ KYC കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തെന്ന് പറയുന്നു, അപ്പം തന്നെ ഡിഷും വിത്തിൻ കപ്പിൾ ഓഫ് മിനിറ്റ്സിലാണ് ഞാൻ ട്രേഡ് ചെയ്തത്. കാരണം എനിക്കറിയാം എന്താണ് മാക്രോ സ്കെയിലിൽ നടക്കുന്നത്, അതുപോലെ തന്നെ എന്താണ് ഇനി സംഭവിക്കാൻ പോകണേ എന്നുള്ളതും. ഞാൻ എന്താണ് വിചാരിച്ചത് അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. അത് കാരണത്തിൽ മൾട്ടിപ്പിൾ എക്സ്ചേഞ്ചുകളിൽ നിങ്ങളുടെ KYC കംപ്ലീറ്റ് ചെയ്യും. ഇപ്പം നിങ്ങൾക്ക് ബൈനാൻസ് ഉണ്ട്, വാക്സറസ് ഉണ്ട്, CoinDesk ഉണ്ട്, ഈ പറഞ്ഞ ഒരൊറ്റ എക്സ്ചേഞ്ചിലും അത് ലിസ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷെ MEXC, ബിറ്റ്ഗെറ്റ്, ബിറ്റ്മാർട്ട്, OKX ഒരുപാട് ഉടായ്പ സാധനത്തിലൊക്കെ അവർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഉടായ്പ എക്സ്ചേഞ്ചിൽ ട്രാഫിക് കൂടുതലായ കാരണം നമുക്ക് KYC കംപ്ലീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ കൺട്രി റെസ്ട്രിക്ഷൻസ് ഒക്കെ ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു. ഇനി നമ്മുടെ സ്ട്രാറ്റജിയിലോട്ട് കിടക്കാം. ഓക്കെ, ദിസ് ഈസ് ദ ലാസ്റ്റ് പാർട്ട് ഓഫ് ദ വീഡിയോ. അതായത് നല്ലൊരു പ്രിപ്പറേഷൻ തന്നെ വേണം. അതായത് രാവിലെ എഴുന്നേറ്റ് സെറ്റായി ക്ലിയർ ഓഫ് മൈൻഡ് നിങ്ങൾക്ക് വേണം. പ്രസൻസ് ഓഫ് മൈൻഡ് ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ് ഇൻ ട്രേഡിങ്. മൈൻഡ് സെറ്റ്, ഡിസിപ്ലിൻ, ഇത് രണ്ടിനും അത്രയധികം പ്രാധാന്യമുണ്ട്. പ്ലസ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്, അതിനെ പറ്റി ഞാൻ വേറെ വീഡിയോ ചെയ്യുന്നതായിരിക്കും റിഗാർഡിങ് ദാറ്റ്. ഓക്കെ, പിന്നെ ഞാൻ എന്നിട്ടാണ് ചോദിച്ചത് ഷോർട്ട് ടേം ഡിപ്പെൻസ് ഓൺ വോളിയം. ഓക്കെ, ഇപ്പോൾ ഞാൻ എൻ്റെ ട്രേഡ് പ്ലേസ് ചെയ്യണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രേഡ് വോളിയം നോക്കിയിട്ടാണ്. കാരണം ഇത്
പുതിയതായി ലിസ്റ്റ് ചെയ്ത കോയിനാണ്. അപ്പോൾ നമുക്ക് ഒരു ഡാറ്റയും ഇല്ല നോക്കാനായിട്ട്. അത് കാരണത്താൽ ഞാൻ വോളിയം നോക്കിയിട്ടാണ് കളിച്ചിരുന്നത്. എവിടെയാണ് വോളിയം കൂടുതൽ അവിടെയാണ് എൻ്റെ ഡിസിഷൻ എടുക്കുന്നത്. വെദർ ഇറ്റ്സ് എ ലോങ് പൊസിഷൻ ഓർ എ ഷോർട്ട് പൊസിഷൻ, ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ വോളിയം. കാരണം ഇത് പുതിയ ലിസ്റ്റ് ചെയ്ത കോയിനെ കാരണം നമുക്ക് ഡീറ്റെയിൽസ് അറിയില്ല. ഓക്കെ, ദർ ആർ നോട്ട് ഇനഫ് ഡാറ്റ ടു സപ്പോർട്ട്. അത് കാരണത്താൽ നമുക്ക് അൺസർട്ടൺ ആയിട്ട് ഒപ്പീനിയൻ എടുക്കുമ്പോൾ ഏകദേശം കിട്ടുന്ന അറിവ് അനുസരിച്ച് നമ്മൾ ട്രേഡ് ചെയ്യും വോളിയം നോക്കിയിട്ട് വേണം ഡിസിഷൻ എടുക്കാൻ. അപ്പോൾ സെർട്ടൻ പോയിന്റ്സിൽ വോളിയം കൂടുന്നു, അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഡിസിഷൻ എടുക്കുന്നു. അതാണ് എൻ്റെ മെയിൻ ആയിട്ട് ഞാൻ ഫോക്കസ് ചെയ്തിരുന്നത് ഇന്നത്തെ ആ സ്ട്രാറ്റജിയിൽ. അതുപോലെ തന്നെ കാൻഡിൽ സ്റ്റിക്കിൻ്റെ സ്ട്രെങ്ത്, അതിനെപ്പറ്റി ഞാൻ വേറെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. കാരണം ഇതൊക്കെ ഇറ്റ്സ് എ നവർ ടോപ്പിക്. കാൻഡിൽ സ്റ്റിക്കിൻ്റെ സ്ട്രെങ്ത് നോക്കിയിട്ട് വേണം നമ്മൾ ഡിസിഷൻ എടുക്കാൻ. അപ്പോൾ ട്രേഡ് വോളിയം ഇങ്ങനെ കൂടുന്നു കുറയുന്നു, അതുപോലെ തന്നെ കാൻഡിൽ സ്റ്റിക്സിന് സ്ട്രെങ്ത് കൂടുന്നു കുറയുന്നു. അതിനനുസരിച്ച് വേണം നമ്മൾ ഡിസിഷൻസ് ഒക്കെ എടുക്കാനായിട്ട്. പിന്നെ ഞാൻ പറയുന്നത് ക്വിക്ക് ഡിസിഷൻ ആയിരിക്കണം. കാരണം ഇന്ന് കോയിൻ 1.20 വരെ എത്തിയിരുന്നു. ഇപ്പോൾ കറണ്ട് പ്രൈസ് നോക്കി ചെയ്യുമ്പോൾ ഏകദേശം 70 സെന്റ് വരെ എത്തിയിട്ടുണ്ട്. സോ യു നോ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇറ്റ്. ഓക്കെ, ഞാൻ എൻ്റെ ടോപ്പായിട്ട് സെൽ ചെയ്ത് 1.84 ഇറ്റ് ഡസൻറ്റ് മാറ്റർ വെദർ യു ഹാവ് ടു സെൽ ഇറ്റ് അറ്റ് ദ ടോപ്പ്. നമ്മൾ സെൽ ചെയ്തു, പ്രോഫിറ്റ് ബുക്ക് ചെയ്തു എന്നുള്ളതാണ് കാര്യം. നിങ്ങൾ ടോപ്പിൽ വിൽക്കണമെന്നില്ല, ടോപ്പ് എത്തിയിട്ട് വിൽക്കണമെന്നില്ല. ഏകദേശം ആ ഒരു രീതി ചെയ്യുമ്പോൾ വിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനിയാണ് നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു പ്രശ്നം. നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കും. പൈക്കോന്റെ പൈസ ഒന്നു സ്ക്രീൻഷോട്ട് ചെയ്തു, പൈസ കൂടി സ്ക്രീൻഷോട്ട് ചെയ്തു, ആൻഡ് സ്റ്റോർ ഇടും. ഗായ്സ്, ദാറ്റ്സ് റോങ്. നിങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എന്ന് കരുതിട്ട് ഒറ്റയടിക്ക് എല്ലാ കോയിൻസും ഒറ്റ സെൽ ഓർഡറിൽ കൊടുക്കരുത്. നിങ്ങൾ ലാഡർ ഔട്ട് സ്ട്രാറ്റജി, ആദ്യം 10%, 20%, 30%, അങ്ങനെ ലാഡർ, അതായത് സ്റ്റെപ്പ് ഇറങ്ങണ പോലെ പതുക്കെ എക്സെറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പം ഏകദേശം എൻ്റെ 90% കോയിൻസ് ആണ് ഞാനിപ്പോൾ വിട്ടിട്ടുള്ളത്. 10% എനിക്ക് ഇപ്പോഴും ഉണ്ട്. സോ എന്താണ് നടക്കാൻ പോകുന്നത് പറയാൻ പറ്റില്ല. കാരണം ദിസ് ഇസ് നോട്ട് എ സ്കാം കോയിൻ. പക്ഷെ നല്ലൊരു പ്രൊജക്റ്റ് ആണ്. ഇതിന്റെ ടീം എന്തെങ്കിലും ബിൽഡ് ചെയ്യുമെന്ന് അറിയില്ല. സോ ഇറ്റ്സ് അൺസർട്ടൈൻ. അത് കാരണത്താൽ എൻ്റെ 10% ഇപ്പോൾ എൻ്റെ വാലറ്റിൽ കിടക്കുന്നുണ്ട്. പക്ഷെ 90% ഞാൻ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. കാരണം അത്രയ്ക്ക് നല്ല സെൽ പ്രഷർ ഉണ്ട്. സോ I have to make the decision no matter what the circumstances are. ഓക്കെ, അതാണ് ഞാൻ എടുത്തിട്ടുണ്ടായത്. ഇതാണ് ഇന്ന് നമുക്ക് വാലുവേറ്റ് ചെയ്ത് ഇന്ന് ഞാൻ ട്രേഡ് ചെയ്ത എൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് $2,000 ആണ് ഞാൻ ബുക്ക് ചെയ്ത പ്രോഫിറ്റ്. ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് കോഴ്സൊക്കെ വിറ്റിട്ട് കാശുകാരാവുന്നത്. എനിക്ക് കോഴ്സൊന്നും വിറ്റിട്ട് കാശാണെന്ന് വലിയ ആഗ്രഹമൊന്നുമില്ല. കാരണം I have my own ways to make money. സോ ഞാൻ കോഴ്സ് കാര്യങ്ങളൊന്നും ഐ എം നോട്ട് ബോതേർഡ് അബൌട്ട് ഇറ്റ്. കാരണം എനിക്ക് ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ നല്ല ആഗ്രഹമുണ്ട്. അത് കോഴ്സ് ആണെങ്കിൽ കോഴ്സ്, അല്ലെങ്കിൽ അല്ല. പക്ഷെ കോഴ്സൊക്കെ വിൽക്കണമെങ്കിൽ ഇറ്റ് വിൽ ബി ഡാം ചീപ്പ്. കാരണം കോഴ്സ് വിറ്റിട്ട് കാശ് കാരണം നമുക്കാണ് ഐ ഡോണ്ട് നോ. മലയാളീസ് ഒരുപാട് പേര് സ്കാമുകൾ ചെയ്യുന്നുണ്ട്. 4 വർഷം ഞാൻ ഇവിടെ സീനില്ലാത്ത കാരണത്താൽ ഞാൻ വാച്ച് ഓവർ ചെയ്യണ്ടായിരുന്നു. അതുകൊണ്ട് ഒരുപാട് പേര് അതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ നെവർ മൈൻഡ്. ഓക്കെ, എനിവേ നമ്മൾ ഇന്ന് നല്ലൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഏകദേശം $2,000 ബുക്ക് ചെയ്തിട്ടുള്ളത്. ഇനി എനിക്കൊരു ഷോർട്ട് പൊസിഷൻ ഇപ്പോഴും ഞാൻ വെച്ചിട്ടുണ്ട്. ആൻഡ് ഇറ്റ് വിൽ ബി 2,000+. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഇൻഫോർമേറ്റീവ് ആണെന്ന് വിചാരിക്കുന്നു. ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ പൈക്ക് നെറ്റ്വർക്കിൻ്റെ KYC കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വിത്തിൻ 7 ഡേയ്സിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾ ഇത്ര കഷ്ടപ്പെട്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടണമല്ലോ, അത് കാരണത്താൽ നിങ്ങൾ KYC കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ പൈൻകോയിറ്റിൽ ഇനി ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് താഴെ എൻ്റെ റെഫറൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇഫ് യു വാണ്ട് യു ക്യാൻ ജോയിൻ. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ പൈക്കോയിന് ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ചങ്ങുകളുണ്ടെങ്കിൽ അവൻ അയച്ചു കൊടുക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നതായിരിക്കും. ദിസ് ഇസ് ദർശൻ സൈനിങ് ഓഫ് ഗൈസ്. പീസ് ഔട്ട്.